ഇന്നത്തെ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഫിലിമിനെ അപ്രോച്ച് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ചില ആൾക്കാർ ഫിലിം ഫാൻസ് ബേസ്ഡ് ആയിട്ട് മാത്രം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ജനർ ടൈപ്പ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാലും ഫിലിംസ് കാണുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോ വശങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് അത് മനസ്സിലാക്കി ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ആൾക്കാരെന്ന് പറയുന്നത് ഫിലിമിനെ അപ്രോച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ അവരത് എക്സ്പീരിയൻസ് ചെയ്യുന്നതും എല്ലാം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപിടി പരീക്ഷണ ചിത്രങ്ങൾ താരമൂല്യമില്ലാതെ തന്നെ നമ്മുടെ മലയാളത്തിൽ വിജയിക്കുന്നതും. മലയാളത്തിൽ മാത്രമല്ല, നമ്മൾ മലയാളികൾ എല്ലാ ഭാഷാ ചിത്രങ്ങളും കാണുന്നുണ്ട്. ഇംഗ്ലീഷായാലും തമിഴായാലും തെലുങ്കായാലും എല്ലാം അതിലുള്ള തെളിവാണ്. ഇന്ന് അന്യഭാഷാ ചിത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ കേരളത്തിൽ വന്ന് വിജയിക്കുന്നതിൻ്റെ തെളിവ്. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോരുത്തർക്കും ഫിലിം കണ്ടു കഴിഞ്ഞത് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തു, ഫീൽ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോക്കീസ്, ലെറ്റ്സ് ടോക്ക് സിനിമ. എന്തിരൻ എസ് ശങ്കർ തന്നെ സംവിധാനം ചെയ്ത എന്തിരൻ്റെ രണ്ടാം ഭാഗമാണ് 2.0. രജനീകാന്ത്, അക്ഷയ് കുമാർ, എമി ജാക്സൺ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ എ സുഭാസ്കരനാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം AR റഹ്മാന്റെ മ്യൂസിക്കും നീരവ് ഷായുടെ ഛായാഗ്രഹവും സിനിമയിലുണ്ട്. നല്ലോണം എക്സ്പെക്ടേഷൻ. രജനീകാന്ത്, അക്ഷയ് കുമാർ, എമി ജാക്സൺ, AR റഹ്മാൻ, നല്ല എക്സ്പെക്ടേഷൻ. ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഭയങ്കര എക്സ്പെക്ടേഷൻസും ആ ഒരു ഫാൻ പവറും ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പം രണ്ട് സൂപ്പർ സ്റ്റാർസാണ് വരുന്നത്, രജനീകാന്തും അതുപോലെ അക്ഷയ് കുമാറും. അപ്പോൾ രണ്ടുപേരും ഇന്ത്യൻ സിനിമ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുന്ന രണ്ടുപേരാണ്. അപ്പോൾ അതുകൊണ്ട് അക്ഷയ് കുമാറിനാണ് കുറച്ച് പേര് കാണാൻ വരുന്നത്. രജനീകാന്ത്, അക്ഷയ് കുമാർ ഡിഫറെൻറ്റ് ഗെറ്റപ്പിലെല്ലാം വരുന്നത്. അക്ഷയ് കുമാറിനോടാണ് കുറച്ച് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട്. ഒരു പടം എങ്ങനെ ഉണ്ട് നോക്കണം, നോക്കിയിട്ട് പറയുന്നുണ്ട്. എന്തിനിറങ്ങിയ 2010 തോന്നുന്നു. പക്ഷെ അതും തമ്മിൽ വലിയ ബന്ധമെന്ന് വെച്ചാൽ അതിൽ ഐശ്വര്യ റായ് ഉണ്ട്. പക്ഷേ ഇതിൽ ഐശ്വര്യ റായ് ഇല്ലയെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ട്രെയിലറായാലും ടീസറായാലും അതിൻ്റെ പ്രൊമോഷനിലൊന്നും ഐശ്വര്യ റായിനെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് അത് നമ്മൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ ചിട്ടി എന്നുള്ള അതേപോലെ ഈ റോബോട്ട് ഇത് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. രജനീകാന്തിൻ്റെ പടം മാത്രമാണെങ്കിലും കാണാൻ പറ്റില്ല, അക്ഷയ് കുമാറിൻ്റെ ആണെങ്കിലും പറ്റില്ല. പക്ഷേ ശങ്കറിൻ്റെ പടം എന്നുള്ള അവസ്ഥയിലാണ്. കാരണം ആയാലും അതിനുമുള്ള എന്തിനായാലും അതേപോലെ പണ്ടുള്ള ഇന്ത്യനായാലും ജീൻസ് അതുപോലത്തെ പടങ്ങൾ ആ ഒരു ലെവലുണ്ടാവും. രാജമൗലി, ശങ്കർ ഇതെല്ലാം സൗത്ത് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ഡയറക്ടേഴ്സാണ്. ആ ഒരു എക്സ്പെക്ടേഷനിൽ വരുന്നതാണ്. അല്ലാതെ രജനീകാന്ത്, അക്ഷയ് കുമാറിൻ്റെ ഫേസ് ശരിക്കും ഇതിൽ കാണിക്കുന്നില്ലല്ലോ. എൻ്റെ ഫുൾ മേക്കപ്പ് അല്ലേ. അക്ഷയ് കുമാർ എന്നുള്ളൊരു ഇതേ വരുന്നില്ല ഇതിൽ, ശങ്കർ മാത്രം. 2015 ഡിസംബറിലാണ് 2.0ൻ്റെ അനൗൺസ്മെൻറ്റ് നടക്കുന്നത്. അതായത് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമയുടെ റിലീസ്. 2010 എന്തിരൻ ഇറങ്ങിയതിന് ശേഷം 8 വർഷത്തിന് ശേഷമാണ് ഈ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങുമ്പോൾ ആരാധകർ കട്ട വെയിറ്റിംഗ് ആണ്. 3 വർഷമായിട്ട് സിനിമ എത്രത്തോളം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇന്ത്യൻ ഈ ഒരു 3D സയൻസ് ഫിക്ഷൻ ഫിലിം എങ്ങനെയുണ്ടെന്ന് നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം അറിയാം. ശങ്കറിൻ്റെയും റഹ്മാൻ്റെയും റസൂൽ പൂക്കുറ്റിയുടെയും എല്ലാം ഒരു കോമ്പിനേഷനിലുള്ള ഈ ഒരു മൂവി എത്രത്തോളം ആരാധകർക്ക് ഇൻസ്പയർ ആവും, എത്രത്തോളം ഇന്ത്യൻ സിനിമയെ മാറ്റിമറിക്കും എന്നുള്ളത് നമുക്ക് ഈ സിനിമയ്ക്ക് ശേഷം അറിയാം. ടോക്കീസ്, ലെറ്റ്സ് ടോക്ക് സിനിമ. 2.0ൻ്റെ ഫസ്റ്റ് ഷോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് പ്രേക്ഷകാഭിപ്രായം, വ്യൂവേഴ്സിൻ്റെ അവരത് എങ്ങനെ ഫിലിം കൊണ്ടു എന്നുള്ളത് നമുക്ക് അറിയാം. இது ஒரு நல்ல கதை, நல்ல ஸ்டோரி. இது ஒரு பொல்யூஷன் இது கண்ட்ரோல் பண்ணுறதுக்கான இது റേഡിയേഷൻ കൺട്രോൾ அந்த മൂവി. 3D എഫക്റ്റ് നല്ല കിടുവായിരുന്നു. പിന്നെ പടം ഓക്കെ ലെവല് പടം പൊളിച്ചു. ശങ്കറിന്റെ മാജിക് അടിപൊളി, ഹോളിവുഡ് ലെവലിന് പറ്റിയ സാധനം.
പൊളിച്ചടിക്കണം. ഫിലിം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? നല്ല ഇഷ്ടപ്പെട്ടോ? ഇതിനെന്തൊരു സന്തോഷമില്ലാത്ത? ഇങ്ങനെയല്ല, അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ഫിലിം ഇറങ്ങുന്നതിനെ കുറിച്ച് പടം അടിപൊളിയായിട്ടുണ്ട്. നല്ല ടെക്നോളജി നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ടോട്ടൽ അടിപൊളിയാണ്. ഡയറക്ഷൻ പറയാൻ വാക്കുകളില്ല, അടിപൊളിയാണ്. എങ്ങനെ ഒരു ഇത് പ്രതീക്ഷിച്ച നല്ലൊരു വിഷ്വൽ ട്രീറ്റാണ് പടം. മൊത്തത്തിൽ നല്ലൊരു ഇതാണ്. തിയേറ്ററിനെ കണ്ട് അനുഭവിക്കേണ്ടതാണ്. സിനിമ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ വിഷ്വലി നല്ല ട്രീറ്റാണ് സിനിമ. പിന്നെ എ റഹ്മാൻ്റെ മ്യൂസിക്കും പ്രത്യേകിച്ച് പറയേണ്ടതൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ശങ്കറിൻ്റെ ഡയറക്ഷനും എല്ലാം നല്ല ഇതായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അക്ഷയ് കുമാറിൻ്റെ പ്രകടനം നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. പിന്നെ എന്തിനാണ് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല സിനിമയായിട്ട് എനിക്ക് തോന്നും. മുമ്പത്തേതിനേക്കാളും നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. അതന്നെ അതിൻ്റെ മെയിനായിട്ട് 3D ആയിട്ട് കാണുന്ന ഏറ്റവും കാണുമ്പോൾ തന്നെ സിനിമേൻ്റെ ഏറ്റവും നല്ലത് കിട്ടുന്ന എനിക്ക് പറയാനുണ്ട്. റിലീസായ ഇന്ദ്രൻ്റെ സെക്കൻഡ് പാർട്ടാണ് 2.0 എന്ന് പറയുന്നത്. രജനീകാന്ത്, അക്ഷയ് കുമാർ, എമി ജാക്സൺ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് 2.0. ജീനിയസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് വസീകരനോടൊപ്പം ഈ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്ന നിളയാണ് പേഴ്സണൽ സെക്രട്ടറി ആയിട്ട്. ചിട്ടി നശിച്ചതിന് ശേഷം വസീകരൻ തന്നെ ക്രിയേറ്റ് ചെയ്ത റോബോ ആണ് നിള എന്ന് പറയുന്നത്. എന്നാൽ 2010 നശിപ്പിച്ച ചിട്ടിയെ നമുക്ക് ഈ സിനിമയിൽ വീണ്ടും വസീകരൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. VFXൻ്റെ സാധ്യത മുഴുവൻ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ചിത്രം എന്ന രീതിയിൽ വൻ പ്രതീക്ഷകളായിരുന്നു ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. 3Dയുടെ മുഴുവൻ സാധ്യതകളും ഈ സിനിമയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ VFXൻ്റെ ഈ ഒരു മാജിക് കൊണ്ട് ശങ്കറിന് ആദ്യം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാധിച്ചിട്ടുണ്ട്. എമി ജാക്സൺ എന്ന നിലയുടെ കഥാപാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ വസീകരനോടും ചിട്ടിയോടും രജനീകാന്തിൻ്റെ കഥാപാത്രങ്ങളോടുമുള്ള ആ ഒരു അപ്രോച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. രണ്ടുപേരോടും ഡിഫറെൻറ്റ് അപ്രോച്ചാണ് നിളയ്ക്കുള്ളത്. വസീകരൻ എന്ന കഥാപാത്രത്തിനോട് നിള ഏതു നേരവും കളിയാക്കുന്ന തരത്തിലാണ് പെരുമാറുന്നത്. എന്നാൽ ചിട്ടി അടുത്തെത്തുന്ന സമയത്ത് നിളയോടുള്ള തീക്ഷ്ണമായ സ്നേഹം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷിരാജയായി വരുന്ന അക്ഷയ് കുമാർ സിനിമയെ വേറെ ലെവലിലേക്ക് എത്തിച്ചു എന്ന് തന്നെ പറയാം. അനാവശ്യ രംഗങ്ങളൊന്നും തന്നെ സിനിമയിലില്ല എന്ന് തന്നെ പറയാം. പാട്ടുകളാണെങ്കിലും സിനിമയോട് ഒഴുകിപ്പോകുന്ന തരത്തിൽ തന്നെയാണുള്ളത്. VFXൻ്റെയും ഗ്രാഫിക്സിൻ്റെയും എല്ലാം മുഴുവൻ സാധ്യതകളും ഉൾപ്പെടുത്തിയ ഈ ഒരു സിനിമ 2.0 മികച്ചൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത്. ഇന്നത്തെ റിലീസായ 2.0ൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇത്ര നേരം ഷെയർ ചെയ്തത്. നെക്സ്റ്റ് വീക്ക് മറ്റൊരു ഫിലിമിൻ്റെ വിശേഷങ്ങളായി എത്തുന്നതുവരേക്കും ടേക്ക് എ ഷോർട്ട് ഡോട്ട് ടോക്കീസ് ലെറ്റ്സ് ടോക്ക് സിനിമ.